ലഡാക്ക് മുതൽ കാശ്മീർ വരെയുള്ള അതിർത്തികളിലും പാകിസ്ഥാന്റെയും ചൈനയുടെയും വെല്ലുവിളികൾക്ക് മുന്നിലും ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായി 6 പതിറ്റാണ്ടുകാലം സേവനമനുഷ്ഠിച്ച MiG-21 യുദ്ധവിമാനങ്ങൾ വിടവാങ്ങി. രാജ്യത്തിന്റെ മാനം കാക്കാൻ ഇനി പോരാളി വിമാനമില്ല. ചണ്ഡീഗഡിലെ വ്യോമതാവളത്തിൽ നടന്ന വികാരനിർഭരമായ ഔപചാരിക യാത്രയടപ്പ് ചടങ്ങിൽ 60 വർഷം നീണ്ട സേവനത്തെ രാജ്യം ആദരവോടെ ഓർത്തു. MiG-21 ചരിത്രം ഇന്ത്യയുടെ വ്യോമസേന ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ അവസാന യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വ്യോമസേന മേധാവിമാർ, മറ്റ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ എല്ലാവരും ചടങ്ങിലെത്തിച്ചേർന്നു. MiG-21 വിടവാങ്ങൽ വെറുമൊരു സൈനിക വിമാനത്തിന്റെ സേവനാന്തര ചടങ്ങായിരുന്നില്ല, മറിച്ച് ഒരു യുഗത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഒരു ചരിത്ര നിമിഷമായിരുന്നു. വാട്ടർ സല്യൂട്ടിലൂടെയാണ് രാജ്യം MiG-21 ആദരം നൽകിയത്. 1963 സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇന്ത്യ MiG-21 യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുന്നത്. ഒരു രഹസ്യ കരാറിലൂടെയാണ് ഇന്ത്യ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിമാനങ്ങൾ വാങ്ങിയത്. നിർമ്മാണത്തിനുള്ള ലൈസൻസും അവർ സ്വന്തമാക്കി. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും മിടുക്കുമുള്ളതുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നായിരുന്നു അക്കാലത്ത് MiG-21. അതിവേഗം കുതിക്കാനും മാരകമായ മിസൈൽ ആക്രമണങ്ങൾ നടത്താനും ഇതിന് സാധിക്കുമായിരുന്നു. തുടക്കത്തിൽ ഇന്ത്യയുടെ എയർഫോഴ്സിന് ഇതൊരു വലിയ മുതൽക്കൂട്ടായിരുന്നു. 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യക്ക് മേൽക്കൈ നേടിക്കൊടുക്കുന്നതിൽ MiG-21 നിർണായക പങ്കുവഹിച്ചു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ MiG-21 പ്രകടനം ലോകം മുഴുവനും ശ്രദ്ധിച്ചു. അക്കാലത്തെ പാകിസ്ഥാന്റെ ഏറ്റവും മികച്ച F-86 സേബർ യുദ്ധവിമാനങ്ങളെ വെല്ലുവിളിക്കാനും തകർക്കാനും MiG-21 സാധിച്ചു. പിന്നീട് കാർഗിൽ യുദ്ധത്തിലും MiG-21 വിമാനം ഉപയോഗിച്ചിരുന്നു. MiG-21 വേഗതയും ആക്രമണശേഷിയും അതിനെ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലാക്കി മാറ്റി. ശത്രുവിന്റെ അതിർത്തി കടന്ന് ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്താനും MiG-21 കഴിഞ്ഞു. എന്നാൽ MiG-21 ചരിത്രം വീരകഥകൾ മാത്രമായിരുന്നില്ല. നിരന്തരമായ അറ്റകുറ്റപ്പണികളും അപകടങ്ങളും ഈ വിമാനത്തിന് പറക്കുന്ന ശവപ്പെട്ടി എന്ന ദുഷ്പേര് നൽകി. കാലപ്പഴക്കം ചെന്ന വിമാനങ്ങളുടെ ഘടന, സാങ്കേതികപരമായ തകരാറുകൾ, പൈലറ്റുമാരുടെ പിഴവുകൾ എന്നിവ കാരണം നൂറുകണക്കിന് അപകടങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദശകങ്ങളിൽ നടന്നത്. ഈ അപകടത്തിൽ നിരവധി ധീരരായ പൈലറ്റുമാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ MiG-21 സേവനം അവസാനിപ്പിക്കണമെന്ന് ഒരുപാട് കാലമായി ആവശ്യം ഉയർന്നു വന്നിരുന്നു. കാലത്തിനൊത്ത മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്തതും പൈലറ്റുമാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നതുമായ സാഹചര്യത്തിൽ വിമാനത്തിന്റെ സേവനം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് സുരക്ഷാ വിദഗ്ധരും പൊതുസമൂഹവും ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യങ്ങൾക്ക് പിന്നാലെയാണ് MiG-21 വിമാനങ്ങൾ ഘട്ടം ഘട്ടമായി സേവനം അവസാനിപ്പിക്കാൻ വ്യോമസേന തീരുമാനിച്ചത്. MiG-21 സേവനം അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ആധുനികവൽക്കരണ പദ്ധതികളുടെ ഭാഗമാണ്. തേജസ്, റഫാൽ, സുഖോയ് 30 തുടങ്ങിയ അത്യാധുനിക വിമാനങ്ങൾ ഉൾപ്പെടുത്തി വ്യോമസേനയെ കൂടുതൽ കരുത്താക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റായ തേജസ് MiG-21 ഒരു മികച്ച പകരക്കാരനാണ്. തേജസ് വിമാനങ്ങൾ ഭാരക്കുറവുള്ളതും മികച്ച പ്രതിരോധ ശേഷിയുള്ളതും തകർക്കാനുള്ള സാധ്യത കുറഞ്ഞതുമാണ്. റഫാൽ പോലുള്ള വിദേശ വിമാനങ്ങൾക്കൊപ്പം തദ്ദേശീയമായി നിർമ്മിച്ച ഈ വിമാനങ്ങൾക്ക് മുൻഗണന നൽകുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. MiG-21 വിടവാങ്ങൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയൊരു വിടവ് തന്നെ സൃഷ്ടിക്കുമെങ്കിലും അത് ഭാവിയിലേക്ക് ഒരു പുതിയ വാതിൽ തുറക്കുന്നു. പഴഞ്ചൻ വിമാനങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കി ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വിമാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വ്യോമസേനയെ കൂടുതൽ ശക്തമാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. കാലം എത്ര കഴിഞ്ഞാലും ഇന്ത്യയുടെ ആകാശ അതിർത്തികളെ കാക്കാൻ MiG-21 നടത്തിയ പോരാട്ടങ്ങളെ ആദരവോടെയും ബഹുമാനത്തോടെയും രാജ്യം ഓർക്കും. ഒരു യോദ്ധാവിനെ പോലെയാണ് MiG-21 ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ടത്. ആ യുഗത്തിന് ഒരു വിട നൽകി. ഇന്ത്യൻ വ്യോമസേന പുതിയൊരു കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 62 വർഷം ഇന്ത്യക്ക് വേണ്ടി സുരക്ഷയൊരുക്കിയ MiG-21 വിമാനങ്ങൾക്ക് രാജ്യത്തിന്റെ ബിഗ് സല്യൂട്ട്. ചണ്ഡീഗഡിൽ വ്യോമസേനയുടെ യാത്രയയപ്പ് ചടങ്ങിൽ MiG-21 വിമാനങ്ങളുടെ അവസാന ശക്തി പ്രകടിപ്പിച്ചു. പറക്കും ശവപ്പെട്ടിയെന്നും കാലം തെളിയിച്ച പടക്കുതിരയെന്നും അറിയപ്പെട്ട MiG-21 ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിൽ തന്നെ ഒരു ദീർഘകാല സേവനമനുഷ്ഠിച്ച പോർ വിമാനം തന്നെയാണ്.